മുന്നേ സംസാരിച്ച ആളുകളെല്ലാം സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയല്ലോ. മായം കലരാത്തതും പരിശുദ്ധവുമായിട്ടുള്ള ഭക്ഷണം എവിടെ കിട്ടുമെന്ന് ആരന്വേഷിച്ചാലും ഇവിടെ എന്താ തിരുത്തൽ? എല്ലാവരും പറയുക ഇത് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും ചരിത്രത്തിൽ ആദ്യത്തെ സംഭവമാണ്. അങ്ങനെ ഇവിടെ തന്നെ എന്തെല്ലാം സംഭവം. കഴിഞ്ഞ ഒരാഴ്ച മുമ്പല്ലേ വയനാട്ടിൽ കോൺഗ്രസിൻ്റെ DCC ട്രഷറർ അയാളുടെ മകൻ ആത്മഹത്യ ചെയ്തില്ലേ? കൊലപാതകമല്ലേ അത്? കോൺഗ്രസ് നടത്തിയിട്ടുള്ള ഒരു നടപടിയുടെ ഭാഗമായി കുറയപ്പെട്ടതല്ലേ? ഇരട്ട കൊലപാതകമാണ്. ഇവിടെ CPM-ന് നേരെ ബോധപൂർവം ഉണ്ടാക്കിയിട്ടുള്ള പാർട്ടിക്ക് നേരെ ആക്രമണം നടത്താൻ സംഘടിതമായി രൂപപ്പെടുത്തിയിട്ടുള്ളതാണ് അവിടെ നടത്തിയിട്ടുള്ള CBI അന്വേഷണവും CBI കോടതി വിധിയുമല്ല. അത് കാണുന്ന ആർക്കും മനസ്സിലാവും. അതുകൊണ്ട് ഇനിയും കോടതികളുണ്ട്. നിരപരാധികളെ സംരക്ഷിക്കുക, അവരുടെ നിരപരാധിത്വം കോടതിയുടെ മുമ്പാകെ ബോധ്യപ്പെടുത്തുക, അതിനു വേണ്ടിയിട്ടുള്ള ഒട്ടനവധി അവസരങ്ങൾ ഇനിയുണ്ട്. നിയമപരമായിട്ടുള്ള നല്ല തരത്തിലുള്ള പോരാട്ടം തന്നെ നടത്തും. കോൺഗ്രസ്സുകാർ നടത്തിയിട്ടുള്ള അക്രമങ്ങളൊന്നും ഇവിടെ CPM നടത്തിയിട്ടില്ല. 5 പേരെ ആ ചീമേനി വെട്ടി നുറുക്കി കത്തിച്ചു കളഞ്ഞത് ആരെങ്കിലും പറയുന്നുണ്ടോ? എത്ര ക്രൂരമാണ്. അവിടെയും അവരുടെ ശവക്കല്ലറകളുണ്ട്. അതിൻ്റെ മുമ്പിൽ തലയടിച്ച് നിലവിളിക്കുന്ന അമ്മമാരും മക്കളുമുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് മാധ്യമങ്ങൾക്കില്ല. മാർക്സിസ്റ്റ് വിരോധം, ഇടതുപക്ഷ വിരോധം അത് കൈമുതലാക്കാൻ ഇടതുപക്ഷ വിരുദ്ധ ശക്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രചാരണമാണ്. അതിന് ഈ സംഭവങ്ങളെ വ്യാഖ്യാനിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റ് ഒരു കൊലപാതകം നടത്തുന്ന പാർട്ടിയല്ല, ജനങ്ങളെ സംരക്ഷിക്കുന്ന പാർട്ടിയാണ്. അതുകൊണ്ട് പിന്നെ എന്ത് തിരുത്തൽ? ജനങ്ങളെ സംരക്ഷിക്കണ്ടേ? സംരക്ഷിക്കലാണ് പാർട്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നാടിൻ്റെ സംരക്ഷണം CPM-ലാണ്. ഇന്ന് സഖാവ് UK കുഞ്ഞിരാമൻ്റെ രക്തസാക്ഷി ദിനമാണ്. മതസാഹോദര്യത്തിന് വേണ്ടി പള്ളിക്ക് കാവൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന അവസരത്തിലാണ് UK കുഞ്ഞിരാമനെ കുത്തിക്കൊന്നത്. ജനങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയ പാരമ്പര്യമാണ് CPM-നുള്ളത്. അതാണ് CPM ഉയർത്തിപ്പിടിക്കേണ്ടത്. അതാണ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടിരിക്കുന്നത്. CBIയെ കുറിച്ച് കോൺഗ്രസിന്റെ അഭിപ്രായം എന്താ? നീതിപൂർവ്വം പ്രവർത്തിക്കുന്നതാണെന്നാണോ? നമ്മുടെ ഇന്ത്യയിലെ അനുഭവങ്ങൾ എടുക്കുക, തമിഴ്നാട്ടിലെ അനുഭവങ്ങൾ എടുക്കുക, കേരളത്തിൻ്റെ അനുഭവങ്ങൾ എടുക്കുക, അതുപോലെ തന്നെ കർണാടകയുടെ അനുഭവങ്ങൾ എടുക്കുക, കോൺഗ്രസിൻ്റെ നേതാക്കന്മാരുടെ അനുഭവങ്ങൾ എടുക്കുക, ഡൽഹിയിലെ മുഖ്യമന്ത്രിയുടെ അനുഭവങ്ങൾ എടുക്കുക. നീതിപൂർവ്വം പ്രവർത്തിക്കുന്ന സംവിധാനമാണോ? ഭരണകക്ഷികൾക്ക് വേണ്ടി രാഷ്ട്രീയമായി ഉപയോഗിക്കുന്ന ഒരു ഉപകരണമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഉപകരണത്തെ നീതിപൂർവ്വം ഉപയോഗപ്പെടുത്തണം. CBI ഒരു നല്ല അന്വേഷണ ഏജൻസിയായി പ്രവർത്തിക്കണം. രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി CPM-നെ പോലെയുള്ള ഒരു ഇടതുപക്ഷ പ്രസ്ഥാനത്തെ ദുർബലപ്പെടുത്താൻ CBIയെ ഉപയോഗിക്കുന്നതിനെതിരായി ശക്തമായിട്ടുള്ള നിലപാട് തന്നെ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇനിയും അത് തന്നെ സ്വീകരിക്കും.